ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 20, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ രക്ഷാബന്ധനായിരുന്നു. അതോട് മിക്കവാറും എല്ലാ ഓഫീസുകളും നോർത്ത് ഇന്ത്യയിൽ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സും ഇന്നലെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും സഹായിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് 2025 ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെ ഏത് രാജ്യത്താണ് നടക്കുന്നത്? മലേഷ്യ. മലേഷ്യയിലാണ് അടുത്ത രണ്ടാമത്തെ അണ്ടർ-19 വിമൻസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അടുത്ത വർഷം ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെയാണ്. ഇത് രണ്ടാമത്തെ എഡിഷൻ ആണ്. ആദ്യത്തേത് ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത്. 16 ടീം ആണ് വരാൻ പോകുന്ന ICC അണ്ടർ-19 വിമൻസ് T20 പങ്കെടുക്കാൻ പോകുന്നത്. ICC അണ്ടർ-19 വിമൻസ് T വേൾഡ് കപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെയാണ് ICC അണ്ടർ-19 വിമൻസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇത് മലേഷ്യയിലാണ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി തുറന്ന കിഴക്കൻ ഘട്ടത്തിലെ ഏത് ജലവൈദ്യുതി നിലയമാണ് 2024 ഓഗസ്റ്റ് 19 69 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കുന്നത്? മച്കുണ്ട് ജലവൈദ്യുതി പദ്ധതി, മച്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് MHEP. 69 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിയാണ് മച്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. ഇത് ഈസ്റ്റേൺ ഗാട്സിലാണ്, അതായത് കിഴക്കൻ ഘട്ടത്തിലാണ് ഇത് തുറന്നിട്ടുള്ളത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഓഗസ്റ്റ് 19 മച്കുണ്ട് ജലവൈദ്യുതി പദ്ധതി ഇത് 69 വർഷം പിന്നിട്ടു. ഏതാണ്ട് വിശാഖപട്ടണത്തിൽ നിന്ന് 185 കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിന്റെയും ഒഡീഷയുടെയും അതിർത്തിയിൽ വരുന്ന ഒരു ജലവൈദ്യുതി പദ്ധതിയാണ് മച്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. പ്രതിദിനം 2.88 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആണ് മച്കുണ്ട്. 2024 ഓഗസ്റ്റ് 18 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള മുൻ കരസേന മേധാവിയുടെ പേര് സുന്ദരരാജൻ പത്മനാഭൻ. ഇന്ത്യയുടെ മുൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു സുന്ദരരാജൻ പത്മനാഭൻ. ഇദ്ദേഹം 2000 സെപ്റ്റംബർ മുതൽ 2002 ഡിസംബർ വരെ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആയിരുന്നു. മുൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ S പത്മനാഭൻ അദ്ദേഹം ഓഗസ്റ്റ് 18 അന്തരിച്ചു. 83 വയസ്സായിരുന്ന ജനറൽ S പത്മനാഭൻ അദ്ദേഹം 43 വർഷം ആണ് അദ്ദേഹത്തിന്റെ സേവനം ഇന്ത്യൻ ആർമിയിൽ. ഈ ഒരു വേളയിൽ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും കരസേനയിലെ എല്ലാ റാങ്കുകളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതായത് ഇപ്പോഴത്തെ കരസേന മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2000 സെപ്റ്റംബർ മുതൽ 2002 വരെ ഇന്ത്യൻ ആർമിയിലെ ചീഫ് ആയിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജനറൽ പത്മനാഭൻ. 2024 ഓഗസ്റ്റ് 19 മുതൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഡാറ്റോ സെറി അൻവർ ബിൻ ഇബ്രാഹിം. മലേഷ്യയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഡാറ്റോ സെറി അൻവർ ബിൻ ഇബ്രാഹിം. പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനം അത് ഇന്ത്യയിലേക്കാണ്. ഓഗസ്റ്റ് 19 അതായത് ഇന്നലെ അദ്ദേഹം ഇന്ത്യയിലെത്തി. 3 ദിവസമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മലേഷ്യ ഇന്ത്യയുടെ 16ാമത്തെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ആണ്. അതുപോലെ തന്നെ മലേഷ്യക്കാണെങ്കിൽ ഇന്ത്യ 10ാമത്തെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ. മലേഷ്യൻ രാജ്യം ഇതിന്റെ ക്യാപിറ്റൽ ആണ് കുലാലംപൂർ. ഒഫീഷ്യൽ ലാംഗ്വേജ് മലയ്. മലേഷ്യയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഡാറ്റോ സെറി അൻവർ ബിൻ ഇബ്രാഹിം. 2024 ലോക സംസ്കൃത ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ്? 19 ഓഗസ്റ്റ്. വേൾഡ് സാൻസ്ക്രിറ്റ് ഡേനെ വിശ്വ സംസ്കൃത ദിനം ആയിട്ടും അറിയപ്പെടുന്നു. അതായത് ഹിന്ദു കലണ്ടറിലെ ശ്രാവണ മാസത്തിലെ പൗർണമിയിൽ എല്ലാ വർഷവും ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയാൻ സാധിക്കില്ല. 2023 ഓഗസ്റ്റ് 31 വേൾഡ് സാൻസ്ക്രിറ്റ് ഡേ. എന്നാൽ ഈ പ്രാവശ്യം 2024 ഇത് ഓഗസ്റ്റ് 19 ആഘോഷിച്ചിട്ടുള്ളത് ലോക സംസ്കൃത ദിനം അല്ലെങ്കിൽ വിശ്വ സംസ്കൃത ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റിലായിരിക്കുള്ളൂ ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. 2024 വേൾഡ് സാൻസ്ക്രിറ്റ് ഡേയുടെ തീം ആണ് വേദിക് ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷൻ. വേദിക് ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷൻ ആണ് 2024 വേൾഡ് സാൻസ്ക്രിറ്റ് ഡേയുടെ തീം. ഇന്നലെ
ഓഗസ്റ്റ് 19 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യൻ പുരുഷ ടീമിന്റെ ബൗളിംഗ് കോച്ചായി നിയമിതനായ മോണി മോക്കൽ ഏത് രാജ്യക്കാരനാണ്? ഇതിന്റെ ഉത്തരം ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 14 വർഷം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള താരമാണ് മോണി മോക്കൽ. കൂടാതെ ദക്ഷിണാഫ്രിക്കയുടെ കോച്ച് കൂടിയായിരുന്ന മോണി മോക്കൽ ഇന്ത്യയുടെ ബോളിംഗ് കോച്ച് ആയിട്ട് നിയമിതനായി. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു മോണി മോക്കലിനെ ഇന്ത്യയുടെ ബൗളിംഗ് കോച്ച് ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് 2025 ജനുവരി 18 മുതൽ ഫെബ്രുവരി 2 വരെ ഏത് രാജ്യത്താണ് നടക്കുന്നത്? മലേഷ്യ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി തുറന്ന കിഴക്കൻ ഘട്ടത്തിലെ ഏത് ജലവൈദ്യുതി നിലയമാണ് 2024 ഓഗസ്റ്റ് 19 69 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നത്? മച്കുണ്ട് ജലവൈദ്യുതി പദ്ധതി MHEP. 2024 ഓഗസ്റ്റ് 18 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള മുൻ കരസേന മേധാവിയുടെ പേര്? സുന്ദരരാജൻ പത്മനാഭൻ. 2024 ഓഗസ്റ്റ് 19 മുതൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ പേര്? ഡാറ്റോ സെരി അൻവർ ബിൻ ഇബ്രാഹിം. 2024 ലോക സംസ്കൃത ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ്? 19 ഓഗസ്റ്റ്. ഇന്ന് ഓഗസ്റ്റ് 20 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ഖേലോ ഇന്ത്യ വിമൻസ് ലീഗ്? ഖേലോ ഇന്ത്യ വിമൻസ് ലീഗിന്റെ പുതിയ പേര് എന്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നും കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.